എൻ്റെ സ്കൂളിൽ വന്നു. എന്നിട്ട് ഇവൻ പ്രപ്പോസ് ചെയ്തു. അത് August 17th ചിങ്ങം ഫസ്റ്റ് 2011 പ്രപ്പോസ് ചെയ്തു. അപ്പം ഞാൻ യെസ് ഒന്നും പറഞ്ഞില്ല. ഒരു ആൽമരായിരുന്നു സ്കൂളിൻ്റെ അവിടെ ഒരു ആൽമരം. അവിടെ ഒരു ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് അനന്തു, എനിക്ക് നിന്നെ ഇഷ്ടം. സ്കൂളിൻ്റെ സൈഡിൽ ക്ലാസ് റൂമിൻ്റെ അപ്പുറത്ത് അതൊക്കെയായിരുന്നു. പിന്നെ 9th സ്റ്റാൻഡേർഡിൽ ഇവൻ്റെ സെയിം ക്ലാസ് ആയിരുന്നു. അപ്പം ഞാൻ അയ്യോ എന്താ ചെയ്യുക. പിന്നെ നമ്മൾ ഐ കോണ്ടാക്ട് എന്നറിയാലോ, ഐ കോണ്ടാക്ട്. പഠിത്തത്തിൽ കുറച്ച് കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് ആർക്കും അറിയില്ലായിരുന്നു, ഭയങ്കര സീക്രട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും സെറ്റിലായി. ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, രണ്ടുപേരും സെറ്റിലായിട്ട് വീട്ടിലറിയായിരുന്നു. രണ്ടുപേരും സെറ്റിലായി എല്ലായപ്പോഴാണ് ഇപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. ഇത്രയും 14 years ആയി അറിഞ്ഞിട്ടില്ല. ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ലവ് ആയിരുന്നു. അനന്തുവിന് ഫസ്റ്റ് ലവ് ആയിരുന്നു. അപ്പോൾ ഒരു കുറച്ചുകൂടെ ഒക്കെ ഒരു കോളേജൊക്കെ എത്തിയപ്പോഴത്തേക്കും എനിക്കൊരു ഡൗട്ടല്ല, എന്താ പറയുക, ഫസ്റ്റ് ലവ് ആണ്, വേറെ ഒന്നും അറിയത്തില്ല, അപ്പോൾ ഇതന്നെയാണ് കറക്റ്റ് ആവും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇപ്പോൾ 100% ഉറപ്പാണ് അവനെനിക്ക് പെർഫെക്റ്റാണ്. എനിക്ക് ഒരുപാട് ലോ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് അവനുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഇതിലും പെർഫെക്റ്റ് മാച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് നല്ല കുട്ടിയായിരുന്നു. സുന്ദരിയായിരുന്നു, നല്ലോണം പഠിക്കുകയായിരുന്നു. അത് എവിടെ അങ്ങോട്ട് പോകും നമ്മൾ അറിയട്ടെ. കോൺഫിഡൻസ് പോട്ടാ, കോൺഫിഡൻസ് നശിപ്പിക്കും. ബൈ ബൈ. സോ എൻ്റെ ചേച്ചി വൺ ഓഫ് ദ പ്രഷ്യസ് പേഴ്സൺ ഇൻ മൈ ലൈഫ്. മോനെ അമ്മയ്ക്ക് മേക്കപ്പ് ഇട്ട പറ്റാടെ എന്തോ. ആക്ച്വലി 2016 ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് കളഞ്ഞു കിട്ടിയത് അർച്ചനെ. അങ്ങനെ ഞങ്ങള് പെട്ടെന്ന് ക്ലോസ് ആയി. അങ്ങനെ 10 വർഷമായി. പഴമുണ്ട്. ജ്വലിക്ക കോലം എഴുതി മംഗള വാഴ്ത്ത് சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதி